നിഷാദ് റാവുത്തർ ചേരുന്നുണ്ട്. നിഷാദ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര ആളുകളാണ് ഓരോ സ്ഥലത്ത് ഓരോ പോയിന്റിലും ബി എസിനെ കാത്തു നിൽക്കുന്നത്. അവസാനമായ ഒരു മുദ്രാവാക്യം ബി എസിനായി വിളിക്കാനുള്ള ആ തിരക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏത് പോയിന്റിലാണ്, ഇനി എങ്ങോട്ടാണ്, ഇനി എവിടെയാണ് ബി എസിനായ ആളുകൾ നിൽക്കുന്നത്? നിഷാദ് റാവുത്തർ ചേരുന്നുണ്ട്. നിഷാദ്, എവിടെയാണ്, ഏത് പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? അത്രയധികം ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ തിരക്കുള്ളത് കൊണ്ട് തന്നെ പതിയെ, നേരത്തെ തീരുമാനിച്ചതിലും പതിയെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത പോയിന്റ് ഏതാണ്? അവിടെയും ഇതുപോലെ ജനക്കൂട്ടമുണ്ടാകും. എങ്ങനെയാണ് ഇപ്പോൾ ആ യാത്രയുടെ വേഗത? ഒപ്പം ആളുകൾ, എത്രത്തോളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്? ധന്യ, വലിയ ജനക്കൂട്ടം എല്ലായിടത്തുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ നിൽക്കുന്ന PMG ജംഗ്ഷനിലാണ്. ഇപ്പോൾ നമുക്ക് ഈ കാഴ്ച കാണാം. PMG ജംഗ്ഷനിൽ വാഹനം മുന്നോട്ട് പോകാൻ, ഈ കോൺവോയ് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ തിരക്ക് രൂപപ്പെടുകയും ആളുകൾ വഴിയോരത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് VSന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് ഒഴുകിയെത്തിയിട്ടുള്ള ജനങ്ങൾ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിവിധ ഗണത്തിലുള്ള മനുഷ്യർ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരുടെ വലിയ ഒരു ജനസഞ്ചയത്തെ ഇവിടെ കാണാം. അപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള മനുഷ്യരാണ് VSന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം പോകുമ്പോൾ അന്ത്യയാത്രാമൊഴി ചൊല്ലാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകൾ നമുക്കിവിടെ കാണാം. VS അച്യുതാനന്ദൻ ഓരോരുത്തർക്കും എന്തുമാത്രം പ്രിയപ്പെട്ട ആളായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ, ആ തത്സമയ കാഴ്ചയാണ് നിശ്ചയമായും നമ്മൾ ഇവിടെ കാണുന്നത്. എല്ലാ കൈൻഡ് ഓഫ് ആളുകളെയും കാണാം. VS ഒരു പ്രത്യേക തലമുറയ്ക്ക് മാത്രം വീരപുരുഷനായിരുന്നു, ആരാധ്യപുരുഷനായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ട് അങ്ങനെയല്ല. എല്ലാ വിഭാഗം ആളുകൾക്കും VSന്റെ ചരിത്രത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. മലയാളി നല്ല ചരിത്രബോധ്യമുള്ള മനുഷ്യരാണ്. VS അച്യുതാനന്ദൻ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്കാളിത്തം എന്തായിരുന്നുവെന്ന് തിരിച്ചറിയുന്ന മനുഷ്യരാണ് അവർ. VSന് അവസാനത്തെ ഒരു യാത്രാമൊഴി ചൊല്ലാൻ ഇവിടെ എത്തിയിരിക്കുന്നു. VS ഇടപെട്ട മേഖലകളെ റെപ്രസെന്റ് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെക്കുറിച്ച്, പെൺകുട്ടികളെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, അല്ലെങ്കിൽ വർഗത്തിലായ മനുഷ്യരെക്കുറിച്ച്, തൊഴിലാളികളെക്കുറിച്ച്, കർഷക തൊഴിലാളികളെക്കുറിച്ച്, കർഷകരെക്കുറിച്ച്, അങ്ങനെ സകലമാന മനുഷ്യരെക്കുറിച്ചും ആധിയുണ്ടായിരുന്ന ഒരാൾ വിട പറഞ്ഞു പോകുമ്പോൾ ഇനി ആരുണ്ട് ബാക്കി എന്ന നിരാശാഭരിതമായ മുഖവുമായിട്ടാണ് ഇവിടെ പല ആൾക്കാരും വന്ന് നിൽക്കുന്നത് എന്ന് കാണാം. ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ പ്രതിനിധികളുണ്ട്. CPIMന്റെ ഓരോ ബ്രാഞ്ചുകൾ, ഏരിയ കമ്മിറ്റികൾക്ക് സംയുക്തമായിട്ട് കൂടിയാണ് പലയിടത്തും അദ്ദേഹത്തിന് വിട ചൊല്ലാനുള്ള ക്രമീകരണം ഏർപ്പാടാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 20-ലധികം പോയിന്റുകളാണ് പാർട്ടി ക്രമീകരിക്കുന്നതെങ്കിൽ കൂടിയും ഓരോയിടത്തും വലിയ തോതിൽ ആളുകളുടെ തിരക്ക് കൂടി വരികയും വാഹനം കോൺവോയ് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം വലിയ തിരക്ക് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായി ജില്ല പിന്നിടുക, നഗരം പിന്നിടുക എന്നത് ദുസാധ്യമായി മാറിയിരിക്കുന്നതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. VS അച്യുതാനന്ദനെ അവസാനത്തെ ഒരു നോക്ക് കാണാൻ, ഒരു പൂ അവിടേക്ക് വലിച്ചെറിയാൻ, സ്നേഹത്തിൻ്റെ ഒരു കിരണം അദ്ദേഹത്തിന് സമ്മാനിക്കാൻ, നന്ദിയുണ്ട് എന്ന് പറയാൻ, സ്നേഹമായിരുന്നു കേട്ടോ എന്ന് പറയാൻ, നിങ്ങൾ ഞങ്ങളുടെ നേതാവായിരുന്നു എന്ന് പറയാൻ അണിചേർന്നിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ തെരുവോരത്ത് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച. അവസാനത്തെ ഒരു യാത്രാമംഗളം നേരാൻ 6 വർഷമായി കേരളത്തിന്റെ പൊതുരംഗത്ത് നിങ്ങൾ നേതാവായിരുന്നു എന്ന് ഹൃദയത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്ന മനുഷ്യരെ നമ്മൾ കാണുകയാണ് തത്സമയം. പ്രഖ്യാപിച്ച നിഷാദ് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും VSനായി രാവിലത്തെ മഴയും വെയിലും കൊണ്ട് അത്രയധികം ആളുകൾ നിരത്തുകളിൽ കാത്തു നിൽക്കുന്നു. ദർബാർ ഹാളിൽ നിന്ന് ഇറക്കിയത് മുതൽ ഓരോ പോയിന്റിലുമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20-ലധികം പോയിന്റുകളാണ് പാർട്ടി VSനെ കാണാൻ വേണ്ടി പ്രവർത്തകർക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രവർത്തകർ മാത്രമല്ല, പ്രവർത്തകർക്കപ്പുറത്തേക്ക് ഒരു നാടിനെ ഒന്നാകെ ആവേശം കൊള്ളിച്ച നേതാവ് എന്നുള്ള തരത്തിൽ പാർട്ടിക്കപ്പുറത്തേക്ക് ആളുകൾ VSനെ കാണാനെത്തുന്നു എന്നുള്ളതാണ്. റോഡിന് ഇരുവശത്തുമായി നിന്ന് VSനെ ഒരു നോക്ക് കാണുക, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു കരുത്ത്, അതായത് നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ മുതൽ എത്രത്തോളം ആളുകളാണ്, മനുഷ്യരുടെ ഒരു സാഗരം എന്ന് പറയുന്നത് പോലെ എത്രത്തോളം ആളുകളാണ് ഒഴുകിയെത്തുന്നതെന്ന് നമുക്ക് കാണാം. നിഷാദ് തുടരും. അങ്ങനെ ഉയർന്നു വരികയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് എന്ന സവിശേഷത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ
ഒരു നയസമീപനത്തിൻ്റെ സ്പർശം ഏൽക്കാത്ത മനുഷ്യരുണ്ടോ? എല്ലാ വിഭാഗം മനുഷ്യരെയും അത് സ്വാഭാവികമായും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് കാണാം. അതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദനോട് ആളുകൾ താങ്ക്ഫുള്ളായിട്ട് ഈ തെരുവിൽ നിൽക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ നേതാവായിരുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുന്ന മനുഷ്യർ. ആ രാഷ്ട്രീയ ബോധ്യം, ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിച്ചതിനുള്ള നന്ദി, ഈ കേരളത്തെ സൃഷ്ടിച്ചതിനുള്ള താങ്ക് ചെയ്യണം ആൾക്കാർ. കാരണം ഈ കേരളം എന്ന് പറയുന്നത് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളുള്ള, പുരോഗമന മൂല്യങ്ങളുള്ള സകലമാന സൂചികകളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കേരളമുണ്ട്. ഞാൻ ആവർത്തിച്ചതിനെക്കുറിച്ച് പറയാൻ കാര്യം അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സകല സൂചികളിൽ മുന്നിൽ നിൽക്കുന്ന കേരളം എന്ന് പറയുന്ന ഈ നാടിനെ സൃഷ്ടിക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചതിനുള്ള നന്ദിയാണ് ആൾക്കാർ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണെന്ന് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിൻ്റെ ഭരണകൂട രൂപത്തെയും കുറിച്ച് നിരന്തരമായ വിമർശനങ്ങൾ ഉണ്ടാവുന്നു. സർക്കാരിൻ്റെ പിന്നാലെ പാർട്ടി പോകുന്നതല്ലാതെ സർക്കാരിനെ ഡ്രൈവ് ചെയ്യുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നു. പാർട്ടിയുടെ ആ നിലയ്ക്കുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് നിലയ്ക്കുള്ള ബലം നഷ്ടപ്പെടുന്നൊക്കെയുള്ള വലിയ വിമർശനം ഉയർന്നു വരുമ്പോഴാണ് കമ്മ്യൂണിസം എന്താണ്, കമ്മ്യൂണിസ്റ്റ് ഭരണക്രമം എന്താണ്, ഇടതുപക്ഷ പോലീസ് നയം എന്താണ് എന്നൊക്കെ ഉറക്കെ പറയേണ്ടിയിരുന്ന ഒരാൾ വേറെ ആരുമില്ല. പാർട്ടിക്കകത്തുനിന്നോ മുന്നണിക്കകത്തുനിന്നോ പോലും ഉറക്കെ സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യർ ദുർബലതയുടെ വാത്മീകത്തിൽ ഒതുങ്ങുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ഉറക്കെ സംസാരിച്ചിരുന്ന ആളാണ്. അങ്ങനെ ഉറക്കെ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കാരണം ജനം അദ്ദേഹം അത് കൊടുത്തിട്ടുണ്ട്. ആ വി എസ് അച്യുതാനന്ദനെ അംഗീകരിക്കാതെ ആർക്കും പോകാനും കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ 2006 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി എടുക്കുമ്പോൾ ആ പാർട്ടിക്ക് കൊണ്ട് തിരുത്താൻ കഴിയുന്ന ഒരു ജനസഞ്ചയത്തെ തെരുവിൽ സൃഷ്ടിക്കാൻ വി എസിന് കഴിഞ്ഞു. ആ വി എസ് അത് തിരിച്ചറിയുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ 2006 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമ്പോൾ ജനങ്ങളോടായി ചോദിക്കുന്നത് ഞാൻ പോകട്ടെ, മുന്നോട്ട് നീങ്ങട്ടെ എന്ന്. അത് അദ്ദേഹം മാധ്യമങ്ങൾ വഴി രാജ്ഭവനിലേക്ക് പോകുന്നതിന് മുമ്പായി അദ്ദേഹം മാധ്യമങ്ങൾ വഴി ജനങ്ങളോടാണ് ചോദിക്കുന്നത് ഞാൻ മുന്നോട്ട് പൊയ്ക്കോട്ടെ, ജനങ്ങളുടെ അനുമതി തേടുകയാണ്. കാരണം ജനങ്ങൾക്കിടയിലാണ് താൻ സൃഷ്ടിക്കപ്പെട്ടതെന്നും വളർന്നു വലുതായതെന്നും നിലകൊള്ളുന്നതും തൻ്റെ വേരുകൾ മുഴുവൻ അവിടെയാണെന്നും തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ ജനങ്ങളെ എപ്പോഴും അദ്ദേഹം വകവച്ചിരുന്നു എന്നത് കാണുക. അദ്ദേഹം ഇടപെട്ട നിരവധിയായ കേസുകൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോയാൽ ഒരുപാട് അനുഭവസ്ഥർ എഴുതുന്നത് കാണാം. സ്ത്രീപീഡന കേസുകളിലടക്കം അദ്ദേഹം എടുത്ത നിലപാടുകൾ എന്തായിരുന്നു? സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകളെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കുമെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ അതിന് വിശ്വാസ്യതയുടെ ഒരു മുദ്ര ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേരളം അതിൻ്റെ ഒപ്പം നിന്ന് കൈയടിച്ചത്. അതുകൊണ്ടാണ് ആ മനുഷ്യനെ ആളുകൾ വിശ്വസിച്ചത്. അതുപോലെ വി എസ് പ്രതിജ്ഞാബദ്ധമായി അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പേഴ്സണലി അദ്ദേഹം അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി ആളുകൾ ഇത്തരം സംഭവങ്ങളുടെ ഓർമ്മകൾ, അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ വി എസ് എടുത്തിട്ടുള്ള നിലപാടുകളെ അദ്ദേഹം സാധ്യമാക്കുന്നതിൽ കേവലമായ നമ്പറുകൾ കാണിച്ചിട്ടുള്ള ഒരാളല്ല. ഒരു വിഷയം തന്നെ മുമ്പിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം വലിയ മികവ് കാണിച്ചു എന്ന് എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പറയുന്നു. 7ാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. പക്ഷെ ആദ്യമായി കിട്ടുന്ന പദവി എന്താണ്? ആദ്യമായി അദ്ദേഹത്തിന് കിട്ടുന്ന ഔദ്യോഗിക പദവി കേരള മുഖ്യമന്ത്രി എന്ന പദവിയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചത് മലയാളി മറന്നുപോകാത്ത 5 വർഷക്കാലം അല്ലേ? വിമർശനങ്ങൾ പോലും അംഗീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മാറി. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുക, അതെവിടെയാണ് നേരിട്ട് പോയി പഠിക്കേണ്ടതാണെങ്കിൽ നേരിട്ട് പോയി പഠിക്കുക, അത് ഫോളോ ചെയ്യുക, അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഭരണകൂടത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അധികാരത്തിൻ്റെ കസേരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ പലതരത്തിൽ കോംപ്രമൈസ് ചെയ്യും. കാരണം അധികാരം നിലനിർത്താൻ പലതിനോടും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ആ കോംപ്രമൈസ് എടുക്കാത്ത ഒരാൾ എന്നതാണ് നമ്മുടെ സമീപകാല ചരിത്രത്തിൽ വി എസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പാർട്ടി അദ്ദേഹത്തിന് പലപ്പോഴും അതിർവരമ്പുകൾ നിശ്ചയിച്ചു കൊടുത്തപ്പോഴും ആ അതിർവരമ്പുകൾക്കകത്ത് നിൽക്കാതെ ഇടപെടുക വഴി മനുഷ്യരുടെ കയ്യടി, ആ കയ്യടി വി എസിന് മാത്രം കിട്ടിയൊന്നല്ല, ആ കയ്യടി അതുവഴി CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആനുകൂല്യം പാർട്ടി ഒന്നാകെയും അനുഭവിച്ചിട്ടുണ്ട്, ഇടതുപക്ഷമാകെയും അനുഭവിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്വത്താണ് വി എസ് അച്യുതാനന്ദൻ എന്ന് ഒരു വേളയിൽ പിണറായി വിജയൻ പറയുന്നുണ്ട്. കാരണം വി എസിനെ മാത്രം അടർത്തിയെടുത്തൊരു ബിംബമായി അവതരിപ്പിച്ച് പാർട്ടിയെ ഒറ്റപ്പെടുത്താൻ നോക്കണ്ട, വി എസ് കേരളത്തിൻ്റെ സ്വത്ത് അതുപോലെ തന്നെ പാർട്ടിയുടെ സ്വത്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ആ പറച്ചിൽ ഒരു നിലയ്ക്കൊരു വസ്തുതയാണ്. കാരണം പാർട്ടിയുടെ സ്വത്തായിരുന്നു അദ്ദേഹം. CPIM-നെ ശരിയാൻ വഴിക്ക് നടത്തുന്നതിലും അതിനെ നയിക്കുന്നതിനും വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നതിൽ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആകമാനം ലോകത്ത് വലിയ തിരിച്ചടികൾ നേരിടുന്ന ഘട്ടത്തിൽ, ദുർബലപ്പെടുന്ന ഘട്ടത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒലിച്ചു പോകുന്ന ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഈ നിലയ്ക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രബുദ്ധരായ മനുഷ്യർ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ ഈ വിധത്തിലുള്ള ഒരു വലിയ യാത്രയപ്പിൻ്റെ സാക്ഷിയാവുന്നു വെച്ചാൽ നമ്മൾ പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയം, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം ലോകത്തെല്ലായിടത്തും ഇല്ലാതാവുകയാണ്, കേവലമായ കാൽപ്പനിക ബോധമാണെന്ന് പറയുമ്പോൾ ഇതാ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് കേരളത്തെ പോലെ ഒരു നാട് വീരോചിതമായ വിടവാങ്ങൽ നൽകുന്നു എന്ന് വെച്ചാൽ അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചൊരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സോഷ്യൽ ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റലിന് ജനം കൊടുക്കുന്ന പാരിതോഷികമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് 3 അദ്ദേഹത്തിന് പൊതുദർശനത്തിനുള്ള അവസരം ഉണ്ടായിരുന്നു, ആളുകൾക്ക് വന്നു പോകാൻ. അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ 4 ഇരട്ടി ആളുകൾ തെരുവിൽ കാത്തു നിൽക്കുകയാണ് VSI അങ്ങ് പോവുകയാണോ എന്ന് ചോദിക്കാൻ. ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ എന്ന് പറയാൻ, നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയാൻ കാത്തു നിൽക്കുന്ന മനുഷ്യർ, അവർക്ക് എല്ലാ പ്രായഭേദമന്യേ സകലമാന മനുഷ്യരുടെയും ഒരു സഞ്ചയം ഇവിടെ കാണാം. ഇതിൽ പാർട്ടിക്കാരുണ്ട് സ്വാഭാവികം, അതിനപ്പുറത്തേക്ക് പാർട്ടിക്കാരല്ലാത്ത മനുഷ്യരുണ്ടല്ലോ.
അവർ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. വി എസ് അച്യുതാനന്ദൻ ഒരു നേതാവുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു, അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കൈവീശി കാണിക്കണമെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്ന അച്ഛനെ അമ്മമാരെ കാണുന്നു. അങ്ങനെ കൈവീശുന്ന കുഞ്ഞുങ്ങൾ, ഉറക്ക മുദ്രാവാക്യം വിളിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ വൈകാരികമായ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞങ്ങളെ സമരം ചെയ്യാൻ പഠിപ്പിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് യുവ നേതാക്കളിലൂടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അങ്ങനെ വി എസ് അച്യുതാനന്ദൻ സർവ്വതല സ്പർശിയായ ഒരു വിപ്ലവ രൂപമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൻ്റെ നമ്മളിപ്പോൾ വന്നിരിക്കണം. കാരണം എന്താണ്, PMG കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 2 മണിക്ക് 2:30 അവിടെ നിന്ന് എടുത്താണ്, 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോഴും PMG കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പലയിടത്തായി മനുഷ്യർ കാത്തു നിൽക്കുന്നു. ഒരുപക്ഷെ നഗരം വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഇതിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് വി എസ് അച്യുതാനന്ദൻ വിട വാങ്ങി പോകുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരെ മറികടന്ന അതിവേഗത്തിൽ പോകുക സാധ്യത. 100 കണക്കിന് മനുഷ്യർ കാത്തു നിൽക്കുന്നു തെരുവിൽ. ഓരോ സ്ഥാപനങ്ങളിലേക്ക് മുന്നിലെ മുഴുവൻ സ്റ്റാഫും എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. അവസാനം ഒന്ന് കാണാൻ, ആ കാഴ്ചയൊന്ന് മൊബൈൽ ഫോണിൽ പകർത്താൻ കാത്തു നിൽക്കുന്നവരെ കാണാം. വലിയൊരു കോൺവോയ് ഉണ്ട്, മാധ്യമങ്ങളുടെ വലിയ വാഹനം ആൻഡ് സെക്യൂരിറ്റി ഓഫീഷ്യൽസിന്റെ വാഹനമുണ്ട്, അത് പോരാത്തതിന് പാർട്ടിയുടെ വാഹനങ്ങളുണ്ട്, ഒപ്പം വിലാപയാത്ര വാഹനം, ഇതെല്ലാം കൂടിയിട്ട് വലിയൊരു കോൺവോയ് കൂടിയാണ്. എന്തായാലും ഇത് എന്താണ്, ഒരു നിലയ്ക്കും കേരളത്തിന് മറന്നു പോകാൻ കഴിയാത്ത ഒരു അവസാന യാത്രാ ചിത്രം എന്ന് പറയാം. വി എസ് അച്യുതാനന്ദൻ കേരളത്തിന് വളരെ വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നുവെന്ന് വി എസ് അച്യുതാനന്ദൻ മടങ്ങിപ്പോകുമ്പോൾ മലയാളി ഉള്ളാലെ വിതുമ്പുന്നുണ്ട് എന്നതിൻ്റെ തത്സമയ കാഴ്ച ധന്യ ഇവിടെ നിന്ന് നമ്മൾ കാണുന്നുണ്ട്.